ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ദിവസം 3ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഗണിതമാണ് പരീക്ഷ വരുന്നത് അല്ലേ. അപ്പോൾ ടീച്ചർ നിങ്ങൾക്കുള്ള പരീക്ഷ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലോട്ട് പോയാലോ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ടീച്ചർക്ക് മറ്റൊരു കാര്യം കൂടിയും പറയാനായിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. മന്ത്ലി വെറും 89 റുപ്പീസ് മാത്രമാണ് നിങ്ങളുടെ ട്യൂഷൻ ക്ലാസ്സിനായിട്ട് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മറ്റ് ഡീറ്റെയിൽസ് കൂടി അയക്കാനായിട്ട് മറക്കരുതേ. നമുക്ക് ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 1, എണ്ണാം എഴുതാം. അവിടെ നമുക്ക് കുറേ രൂപങ്ങൾ വെച്ചുകൊണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ. വൃത്തം, ചതുരം, സമചതുരം, ത്രികോണം എന്നീ രൂപങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ആ രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്കവിടെ ചിത്രം തന്നിട്ടുള്ളത്. എന്നിട്ട് മക്കളടുത്ത് എന്താണ് പറഞ്ഞത്? ഓരോ രൂപങ്ങളും എണ്ണിയിട്ട് എത്ര എണ്ണം വീതമുണ്ട് എന്നത് കണ്ടെത്താനാണ്. അപ്പോൾ മക്കളെ നോക്കിക്കേ, നിങ്ങളിതാ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ടേബിളിലാണ് ഓരോന്നിൻ്റെയും എണ്ണം എഴുതേണ്ടത്. അപ്പം ഏതൊക്കെ രൂപങ്ങളാണ് എണ്ണം എഴുതേണ്ടത്? ആദ്യം ഏതാണ് നമുക്ക് തന്നിട്ടുള്ളത്? ചതുരല്ലേ. ചതുരം എന്ന് പറയുകയാണെങ്കിൽ സമചതുരാണ് തന്നിട്ടുള്ളത് കേട്ടോ. സാധാരണ ചതുരല്ല, ഏതാണ്? സമചതുരാണ് തന്നിട്ടുള്ളത്. സമചതുരത്തിൻ്റെ പ്രത്യേകത എന്താണ് മക്കളെ? 4 വശങ്ങളുടെയും നീളം എന്തായിരിക്കും? ഈക്വലായിരിക്കും അല്ലേ, തുല്യമായിരിക്കും. പിന്നെ തന്നത് ഇതിൻ്റെതാണ് ത്രികോണം തന്നിട്ടുണ്ട്. അതിനുശേഷം എന്ത് തന്നിട്ടുണ്ട്? വൃത്തം തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ചിത്രത്തിലുള്ള സമചതുരങ്ങളും അതുപോലെ തന്നെ ത്രികോണങ്ങളോ അതുപോലെ വൃത്തവും എത്ര എണ്ണം വീതമുണ്ട് എന്നുള്ളത് കണ്ടെത്താം അല്ലേ. ഓക്കെ മക്കളെ, ആദ്യം നമുക്ക് ഏത് കണ്ടെത്താം? സമചതുരത്തിൻ്റെ എണ്ണം കണ്ടെത്താം അല്ലേ. അപ്പോൾ ഒന്ന് എണ്ണി നോക്കിക്കേടാ. ഇത് ഏത് ചതുരമാണ്? സമചതുരമാണ് അല്ലേ. അപ്പോൾ 1, 2, 3, 4, 5, 6 അല്ലേ. 6 എണ്ണം എന്താണ്? സമചതുരമാണുള്ളത്. ഇനി ഈ ഒരു ചതുരം നോക്കിക്കേ, ഇത് സമചതുരമാണോ? അല്ല അല്ലേ. ഇനി ഇതോ? ഇതും സമചതുരമല്ല. ഈ വാതിലോ? അതും സമചതുരമല്ല അല്ലേ. എങ്കിൽ ഈ ഒരു ഭാഗം നോക്കിക്കേ മക്കളെ, ഇതെന്താണ്? സമചതുരമാണ് അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര സമചതുരമുണ്ട്? 7 സമചതുരാണ് വരുന്നത് അല്ലേ. 7 എണ്ണമാണ് വരുന്നത്. അടുത്തത് നോക്കിക്കുക മക്കളെ, ഏതാണ് രൂപം? ത്രികോണമാണ് രൂപം വരുന്നത് അല്ലേ. എത്ര ത്രികോണമുണ്ട്? കണ്ടെത്തിക്കേ. 1, 2 അല്ലേ. കഴിഞ്ഞോ? ഇല്ല. ഇനി ഇവിടെ ചെറിയ ത്രികോണങ്ങൾ കുറേ ഉണ്ട് അല്ലേ. എണ്ണി നോക്കൂ. 3, 4, 5, 6, 7 അല്ലേ. എത്രയുണ്ട്? അതും 7 എണ്ണമാണുള്ളത്. ഇനി അടുത്തത് നമുക്ക് എന്ത് നോക്കാം? എത്ര വൃത്തമുണ്ടെന്ന് നോക്കാം അല്ലേ. കൗണ്ട് ചെയ്ത് നോക്കൂ. 1, 2, 3, 4, 5, 6, 7 അല്ലേ. എത്ര സർക്കിൾസ് ആണുള്ളത്? അതും നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 7 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ മക്കളെ, എങ്കിൽ നമുക്ക് മറ്റൊരു പ്രവർത്തനത്തിലോട്ട് പോകാം. തുടർന്ന് വരുന്നത് വരച്ച് ചേർക്കൂ. പാറ്റേൺ ആണ്, ചിത്ര പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കിയിട്ട് പോവാം കേട്ടോ. ആദ്യത്തെ നോക്കിക്കുക മക്കളെ, എന്താണ്? ഒരു ചതുരമുണ്ട്. അതിൻ്റെ അടുത്ത് ഈ ഒരു മൂലയിലാണ് എന്തുള്ളത്? ചെറിയൊരു സർക്കിൾ ഉണ്ട്. പിന്നെ ചതുരത്തോട് ചേർന്നിട്ട് ഒരു ത്രികോണം ഉണ്ട് അല്ലേ. അടുത്ത പിക്ചറിൽ എങ്ങനെയാണ്? ചതുരം കുറച്ച് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ ഒരു സർക്കിൾ എന്ത് ചെയ്തു? ഈ സൈഡിലോട്ട് മാറിയില്ലേ. ത്രികോണം എവിടേക്ക് മാറി? താഴേക്ക് ചൂണ്ടി നിൽക്കുന്ന രീതിയിലാണ്. ഇനി അടുത്തൊരു പിക്ചറിൽ നോക്കിക്കേ, എന്താണ്? ത്രികോണം എങ്ങോട്ടാണ് തിരിഞ്ഞിട്ടുള്ളത്? ചതുരം എങ്ങോട്ട് തിരിഞ്ഞു? ഈ ഒരു സൈഡിലോട്ട് തിരിഞ്ഞു അല്ലേ. ത്രികോണം ഇവിടെയാണ്, സർക്കിൾ ഇതിൻ്റെ അകത്ത് ആണുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, ഇനി അടുത്തൊരു പിക്ചറിൽ എങ്ങനെയായിരിക്കും? ഇത് നേരെ സർക്കിൾ എങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ടായിരിക്കും? മുകളിലോട്ട് തിരിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ. അതിൻ്റെ മുകളിലായിട്ട് എന്തുണ്ടായിരിക്കും? ഒരു ത്രികോണവും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ആരെ ഫിക്സ് ചെയ്യണം? അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ സർക്കിളിനെ വേണം ഫിക്സ് ചെയ്യാനായിട്ടില്ല. അത് ഏത് സൈഡിലായിരിക്കും മക്കളെ? ഈ ഒരു സൈഡിലായിരിക്കും ഉണ്ടായിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്തത് ഏത്? നോക്കിക്കേ, ഇവിടെ നമുക്ക് ഒരു ത്രികോണമാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ വേറെയും ത്രികോണങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നോക്കിക്കേ, ഈ ഒരു സൈഡിൽ എന്ത് ചെയ്തു? ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് പിക്ചറിലോട്ട് വരുമ്പം എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ അടുത്തൊരു സൈഡും എന്ത് ചെയ്തിട്ടുണ്ട്? കളർ ചെയ്തിട്ടുണ്ട്. അടുത്ത പിക്ചറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു സൈഡും ക്ലിയർ ചെയ്തിട്ടുണ്ട് അല്ലേ. അതായത് ഈ ഒരു ഉള്ളിൽ 4 ത്രികോണങ്ങളാണുള്ളത് അല്ലേ. ആ ഉള്ളിലുള്ള 4 ത്രികോണത്തിൽ 3 എണ്ണത്തിന് നിറം നൽകിയില്ലേ. ഇനി അടുത്ത് നമ്മൾ വരയ്ക്കുന്ന ഒരു ചിത്രത്തിൽ എന്തായിരിക്കും? ഏത് ത്രികോണത്തിനായിരിക്കും നമ്മൾ നിറം നൽകേണ്ടത്? അതിൽ നിറം നൽകാത്ത ഒന്നില്ലേ ഉള്ളിൽ? ഏതാണ്? ആ നടുവിലുള്ള ത്രികോണത്തിന് എന്ത് ചെയ്തിട്ടില്ല? കളർ ചെയ്തിട്ടില്ല. അപ്പോൾ അതായിരിക്കും കറക്റ്റായിട്ട് വരിക കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഉത്തരം നോക്കൂ. മൃഗശാലയിൽ
മൃഗശാല സന്ദർശിക്കാൻ കുട്ടികൾ വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുത്ത പ്രവേശന ടിക്കറ്റിലെ നമ്പറുകൾ ചുവടെ തന്നിരിക്കുന്നു. അപ്പം നോക്കിക്കേ, നമുക്ക് ബസ് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് 3 ബസ്സുകളിലായിട്ട് കുട്ടികൾ വന്നിട്ടുള്ളത് അല്ലേ. അപ്പം ബസ് 1-ൽ 438 മുതൽ 490 വരെയാണ് കുട്ടികൾക്ക് ടിക്കറ്റ് നമ്പറുകൾ ഉള്ളത്. ബസ് 2-ൽ 500 മുതൽ 553, ബസ് 3-ൽ 599 മുതൽ 608 വരെയുമാണ് ടിക്കറ്റ് നമ്പറുകൾ. ഇനി മക്കളുടെ ചോദ്യം നോക്കിക്കേ, ബസ് 1-ൽ വന്ന കുട്ടികളുടെ എണ്ണം ചുവടെ കൊടുത്തവയിൽ ഏതാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ബസ് 1-ലുള്ള കുട്ടികളുടെ എണ്ണം കണ്ടെത്താനായിട്ട് എന്താണ് മക്കളെ നമ്മൾ ചെയ്യുക? നമുക്ക് ആദ്യം കൊടുത്ത കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, 438 അവസാനം കൊടുത്തിട്ടുള്ള കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ എന്ന് പറയുന്നത് 490. അപ്പം എത്ര കുട്ടികളായിരിക്കും ആ ബസ്സിൽ ഉണ്ടാവുക എന്നത് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്താനായിട്ട് എന്ത് ചെയ്താൽ മതി? അതിലേക്ക് മുന്നേ നമുക്ക് ചെറിയൊരു, ഇതിപ്പോൾ നമുക്ക് വലിയൊരു സംഖ്യയാണല്ലേ, 3 അക്ക സംഖ്യകളാണ് തന്നത്. നമുക്ക് ചെറിയൊരു സംഖ്യകൾ എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബസ്സിൽ വന്ന കുട്ടികൾക്ക് 2, 3, 4, 5, 6, 7, ഇപ്പോൾ 2 മുതൽ 7 വരെയാണ് നമ്പർ നൽകിയിട്ടുള്ളതെന്ന് വിചാരിക്കുക. എങ്കിൽ ആ ബസ്സിലുള്ള കുട്ടികളുടെ എണ്ണം എത്രയാണ്? നമുക്ക് എണ്ണി നോക്കാം. എത്രയാണ്? 1, 2, 3, 4, 5, 6 കുട്ടികളാണുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്ര കുറച്ച് സംഖ്യകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ എണ്ണി കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഇനി ഇവിടെ നിന്ന് കൂട്ടുകാർക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് എന്തെങ്കിലും ഒരു വഴി തോന്നുന്നുണ്ടോ? നോക്കിക്കേ, നമുക്ക് ലാസ്റ്റ് കൊടുത്തിട്ടുള്ള കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ നോക്കാം അല്ലേ. എത്രയാണ്? 7. ആദ്യം കൊടുത്തിട്ടുള്ള കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ എത്രയാണ്? 2. അപ്പം 7-ൽ നിന്ന് നമുക്ക് 2 എന്ത് ചെയ്യുക? മൈനസ് ചെയ്ത് നോക്കുക. എത്രയാണ് കിട്ടുന്നത്? 5 ആണ് കിട്ടുന്നത് അല്ലേ. അതിലേക്ക് +1 ചെയ്ത് നോക്കിക്കേ, എത്രയാണ്? 6 ആണ് അല്ലേ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ആദ്യം എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ആ ബസ്സിൽ സഞ്ചരിച്ചിട്ടുള്ള കുട്ടികളുടെ എണ്ണം എത്രയാണ് നമ്മൾ പറഞ്ഞത്? 1, 2, 3, 4, 5, 6 അല്ലേ. നമുക്കിതാ ഇങ്ങനെ, അതായത് അവസാനമുള്ള ആളുടെ ടിക്കറ്റ് നമ്പറിൽ നിന്ന് ആദ്യമുള്ള ആളുടെ ടിക്കറ്റ് നമ്പർ കുറച്ചതിന് ശേഷം അതിലേക്ക് 1 ആഡ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള സംഖ്യ ഏതാണ്? 6 ആണ് അല്ലേ. അതായത് 6 പേരാണ് ബസ്സിൽ സഞ്ചരിച്ചിട്ടുള്ളത്. ഇപ്പോൾ കൂട്ടുകാർക്ക് ഐഡിയ മനസ്സിലായിട്ടുണ്ടോ? നമ്മൾ എന്ത് ചെയ്താൽ മതി? അവസാനമുള്ള ആളുടെ നമ്പറിൽ നിന്ന് ആദ്യമുള്ള ആളുടെ നമ്പർ മൈനസ് ചെയ്തതിന് ശേഷം അതിലേക്ക് എന്ത് ആഡ് ചെയ്യണം? 1 ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ആ ഒരു മെത്തേഡ് എവിടെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? നോക്കൂ, ഇവിടെ എന്താണ് ചെയ്തത്? 490 കുറയ്ക്കണം 438 അല്ലേ. അതായത് അവസാന കുട്ടിയുടെ നമ്പർ കുറയ്ക്കണം ആദ്യ കുട്ടിയുടെ നമ്പർ, പിന്നെ എന്ത് ചെയ്തു? +1. അതാണ് നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ തന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ, 490 മൈനസ് 438 -1 ചെയ്യാണ് വേണ്ടത്. ഇല്ലെങ്കിൽ 490-ൽ നിന്ന് 438 കുറച്ചാൽ കിട്ടുമെന്നാണ് പറയുന്നത്. ഇല്ലെങ്കിൽ 490-ൽ നിന്ന് 439 കുറച്ചാൽ എന്ത് ചെയ്യും? കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? 490-ൽ നിന്ന് 438 കുറച്ചതിന് ശേഷം അതിലേക്ക് എന്ത് ആഡ് ചെയ്താൽ മതി? +1 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഒന്നാമത്തതാണ് എന്തായിട്ട് വരിക? കറക്റ്റായിട്ട് വരിക അല്ലേ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഏത് ബസ്സിലാണ് കൂടുതൽ കുട്ടികൾ വന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് ബസ്സിലാണ് മക്കളെ കൂടുതൽ കുട്ടികൾ വന്നത്? അത് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 3 ബസ്സിലും വന്നിട്ടുള്ള കുട്ടികളുടെ എണ്ണം കണ്ടെത്തണ്ടേ. അത് നമുക്ക് ബസ് 1-ൽ വന്നത് കണ്ടെത്താം അല്ലേ. 490 മൈനസ് 438 ചെയ്യണം അല്ലേ. 490 മൈനസ് 438 ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 52 കിട്ടി. 52 കുട്ടികളാണോ? അല്ല അല്ലേ. അതിലേക്ക് +1 ആണ്. അതായത് 53 കുട്ടികളാണ് എവിടെയുള്ളത്? ബസ്സിലുള്ളത്. അതുപോലെ അടുത്ത് നോക്കിക്കേ, 500 മുതൽ 553 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അവിടെ 553-ൽ നിന്ന് 500 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര അറിയാം? 53 ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ 53-ലേക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം. അതായത് 54 കുട്ടികൾ. അടുത്ത് നോക്കിക്കുക മക്കളെ, 608 ആണ്. 608 മൈനസ് 599 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് എത്രയാവും മക്കളെ? എത്രയാണ് ആൻസർ കിട്ടുന്നത്? 9 എന്നാണ് ആൻസർ കിട്ടുക അല്ലേ. 9. അപ്പോൾ 9 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. അതായത് മൂന്നാമത്തെ ബസ്സിൽ എത്ര കുട്ടികൾ വന്നിട്ടുണ്ട്? 10 കുട്ടികളാണ് വന്നിട്ടുള്ളത്. എങ്കിൽ നീ ഇനി പറഞ്ഞേ, ഏത് ബസ്സിലാണ് കൂടുതൽ കുട്ടികൾ വന്നിട്ടുള്ളത്? ഏതിലാണ്? രണ്ടാമത്തെ ബസ്സിലാണ് അല്ലേ. രണ്ടാമത്തെ ബസ്സിലാണ് കേട്ടോ.
ബസ് 2ലാണ് കൂടുതൽ കുട്ടികൾ വന്നിട്ടുള്ളത് അല്ലേ. 3 ബസ്സിലുമായി വന്ന കുട്ടികളുടെ എണ്ണം എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ ബസ്സിലുള്ളത് 53+, രണ്ടാമത്തെ ബസ്സിലുള്ള 54+, എത്ര ചെയ്യണം? 10 ചെയ്യണം അല്ലേ. ആഡ് ചെയ്ത് നോക്കിക്കുക മക്കളെ. എല്ലാവരും വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി മക്കളെ? കുട്ടികളുടെ എണ്ണം 117 എന്ന് കിട്ടി അല്ലേ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാം. 1000 എന്നതാണ് അടുത്ത ചോദ്യത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ പേര് കേട്ടോ. നോക്കിക്കേ മക്കളെ. സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന ഓട്ടോ ചേട്ടന് മാസം 1000 രൂപയാണ് കൊടുക്കേണ്ടത്. ഓരോ കുട്ടിയും കൊടുത്ത നോട്ടുകളുടെ എണ്ണം 5ആണ്. ചില നോട്ടുകളുടെ വില എഴുതിയിട്ടുണ്ട്. ബാക്കി നോട്ടുകളെ വില എഴുതി ചേർക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ, 3 കുട്ടികൾ അല്ലേ. 3 കുട്ടികൾ 5 നോട്ടുകളാണ് ഓട്ടോക്കാരന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എത്ര രൂപയാണ് കൊടുക്കേണ്ടത്? 1000 രൂപയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ് രൂപ എന്ന് എഴുതാതെ കുറച്ച് നോട്ടുകൾ മാത്രം അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് എഴുതണം? എത്രയുടെ നോട്ടാണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തണം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ആദ്യത്തെ കുട്ടി ഇഷാൻ അല്ലേ. ഇഷാൻ എത്രയാണ്? 200 രൂപയുടെ ഒരു നോട്ടാണ് കൊടുത്തിട്ടുള്ളത്. മൊത്തം എത്ര രൂപ കൊടുക്കണം? 1000 രൂപ കൊടുക്കണം അല്ലേ. ആകെ 5 നോട്ടുകളെ കൊടുക്കാനും പാടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കിയുള്ള നോട്ടുകളൊന്ന് കണ്ടെത്താം അല്ലേ. നമുക്ക് അടുത്തതും എത്ര തന്നെ കൊടുക്കാം? 200 കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 200 കൊടുക്കാം അല്ലേ. അപ്പോൾ എത്രയായി? ഇവിടെ 200, 400, 600 ആയി അല്ലേ. ഓക്കെ, വീണ്ടും ഒരു 200 കൊടുത്താൽ 800 ആയി. വീണ്ടും ഒരു 200 കൊടുത്താൽ എത്രയായി മക്കളെ? 1000 ആയില്ലേ. അതായത് 5 200ൻ്റെ നോട്ടുകൾ കൊടുത്താൽ എത്രയാകും? 5 200ൻ്റെ നോട്ടുകൾ കൊടുത്താൽ 1000 ആവും അല്ലേ. അടുത്ത നോക്കിക്കേ മക്കളെ, റീ ആണ് അല്ലേ. റീ എന്ത് ചെയ്തു? ആദ്യം 500 രൂപയുടെ നോട്ടാണ് കൊടുത്തിട്ടുള്ളത്. 500ലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഒരു 200 കൊടുക്കാം അല്ലേ. 500ലേക്ക് നമ്മൾ 200 കൊടുത്താൽ മൊത്തം എത്രയായി? 500ഉം 200ഉം 700 ആയില്ലേ. ഇനി നമുക്ക് 300 കൂടി വേണം. അപ്പം 3 100ൻ്റെ നോട്ടുകളായിട്ട് കൊടുത്താൽ പോരെ? 300 ആയില്ലേ. ഓക്കെ, അടുത്ത ആൾ നോക്കിക്കേ, വെറും 100 രൂപയുടെ നോട്ടാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഇനി നമുക്ക് എത്ര കൂടി വേണം? 900 കൂടി വേണം. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഒരു 500 രൂപയുടെ നോട്ട് എടുത്തു കേട്ടോ. അപ്പം എത്രയായി? 500ഉം 100ഉം 600 ആയില്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഒരു 200ൻ്റെ നോട്ട് എടുത്തു. അപ്പോൾ എത്രയാണ് മക്കളെ? 800 ആയില്ലേ. ഇനി 2 നോട്ടുകൾ കൂടി വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? 100 100 എന്ന് പറഞ്ഞിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ നോക്കിക്കേ, 100ഉം 500ഉം 600, 600ഉം 200ഉം 800, 800ഉം 100ഉം 900, 900, 100ഉം എത്രയാണ് മക്കളെ? 1000 ആയില്ലേ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി ടീച്ചർ എഴുതിയ പോലെയല്ല, നിങ്ങൾക്ക് വേറെ രീതിയിലും എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ദിവസം നോക്കിക്കേ. മിഷ കൊണ്ടുവന്നത് 500ൻ്റെ ഒരു നോട്ടും പിന്നെ 10ൻ്റെ നോട്ടുകളുമാണ്. അവൾ കൊണ്ടുവന്ന നോട്ടുകളുടെ ആകെ എണ്ണത്തിന് ടിക്ക് അടയാളപ്പെടുത്തുക. എന്താണ് മക്കളെ പറഞ്ഞത്? മിഷ എത്രയാണ് കൊണ്ടുവന്നത്? 500ൻ്റെ ഒരു നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? 500ൻ്റെ ഒരു നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എത്രയാണ് 500ൻ്റെ ഒരു നോട്ട് എന്ന് പറയുന്നത്? എത്രയാണ്? 500 രൂപ തന്നെയാണല്ലോ. അടുത്തത് എന്താണ് പറഞ്ഞത്? പിന്നെ അവൾ 10ൻ്റെ നോട്ടുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 10ൻ്റെ നോട്ടുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നോട്ടുകളുടെ എണ്ണം കണ്ടെത്താനാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ 500ൻ്റെ ഒരു നോട്ട് എടുത്തപ്പോൾ എത്രയായി? 500 രൂപയായിട്ടുണ്ട്. ഇനി 1000ത്തിലോട്ട് എത്താൻ എത്ര കൂടി വേണം? 500 കൂടി വേണം അല്ലേ. അപ്പോൾ 10 രൂപയുടെ എത്ര നോട്ടുകൾ എടുത്താലാണ് 500 ആവുക? 10 രൂപയുടെ 50 നോട്ടുകൾ. 10 ഗുണം 50 ചെയ്ത് നോക്കിക്കേ, നമുക്ക് എത്ര കിട്ടും? 500 എന്ന് കിട്ടും അല്ലേ. അതായത് 10 രൂപയുടെ എത്ര നോട്ടുകൾ വേണം? 50 നോട്ടുകൾ ഉണ്ടെങ്കിൽ എത്രയാവും? 500 ആയി. അപ്പോൾ നമ്മൾ 500 രൂപയുടെ ഒരു നോട്ടും 10 രൂപയുടെ 50 നോട്ടുമാണ് എടുത്തത്. അപ്പോൾ ടോട്ടൽ എത്ര നോട്ടുകളായി മക്കളെ? 51 നോട്ടുകളായി. ഓപ്ഷനിലുണ്ടോ നോക്കിക്കേ, 51. ഓക്കെ, അപ്പോൾ ഏതാണ് കറക്റ്റ്? 51 ആണ് അല്ലേ. അടുത്ത നോക്കിക്കേ, മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. അതിൽ ഒരു പെട്ടിയിൽ 5, 10, 20, 50 എന്നീ നോട്ടുകൾ 2 വീതമുണ്ട്. ഇതിൽ നിന്ന് 3 നോട്ടുകൾ എടുത്ത് ഉണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ തുക എത്രയാണ്? ഒരു പെട്ടിയിലുള്ളത് ഏതൊക്കെയാണ്? 10, 5, 10, 20, 50 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എത്ര നോട്ട് വീതം എടുക്കാം? 2 നോട്ട് വീതം എടുക്കാം. അതിൽ നിന്ന് 3 നോട്ടുകൾ എടുത്തിട്ട് ഏറ്റവും ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ചെറിയ വാല്യൂ വരുന്ന നോട്ട് വേണ്ടേ എടുക്കാൻ. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും ചെറിയ നോട്ട്? 5 ആണല്ലേ. ഏറ്റവും ചെറിയ വാല്യൂ വരുന്നത് 5-നാണ്. അപ്പോൾ അത് നമ്മുടെ അടുത്ത് പറഞ്ഞു ഒരു നോട്ട് തന്നെ രണ്ടെണ്ണം വീതം എടുക്കാം അല്ലേ. 2 എണ്ണം വീതം എന്ത് ചെയ്ത് ആ പെട്ടിയിലുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ നോട്ടും 5 എടുക്കാം, രണ്ടാമത്തെ നോട്ടും 5 എടുക്കാം. ഇനി നമുക്ക് എത്ര നോട്ട് കൂടി എടുക്കാൻ പാടുള്ളൂ? ടോട്ടൽ 3 നോട്ടാണ്. അപ്പോൾ ഇവിടെ 2 നമ്മൾ എടുത്തു. ഇനി നമുക്ക് എത്ര കൂടി എടുക്കാൻ പറ്റുള്ളൂ? ഒരു നോട്ട് കൂടി എടുക്കാം അല്ലേ. അപ്പോൾ 5 കഴിഞ്ഞ് പിന്നെയുള്ള ചെറുത് ഏതാണ്? 10ൻ്റെ 10 രൂപ നോട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ.
അഞ്ചും അഞ്ചും ആഡ് ചെയ്താൽ 10 10ലോട്ട് വീണ്ടും ആഡ് ചെയ്താൽ എത്രയാണ്? 10 ആഡ് ചെയ്താൽ എത്രയാണ്? 20 അല്ലേ? അപ്പം 3 നോട്ടുകൾ എടുത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ തുക എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 20. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? എങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ജോയിൻ ചെയ്യുന്ന മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്രവർത്തനം 3 കാർഡ് കളിയാണ് കേട്ടോ. അവിടെ കുറേ സംഖ്യാ കാർഡുകൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ മക്കളെ, മനുവും കൂട്ടുകാരും കാർഡ് കളിക്കുകയാണ്. ഒരാൾക്ക് 3 കാർഡ് എടുക്കാം. കണ്ണടച്ചാണ് കാർഡ് എടുക്കേണ്ടത്. ഒരാൾ എടുക്കുന്ന 3 കാർഡുകളിൽ സംഖ്യകൾ കൂട്ടുന്നതാണ് അയാൾക്ക് കിട്ടുന്ന പോയിന്റ് പട്ടിക പൂർത്തിയാക്കുക. അപ്പം നോക്കിക്കേ മക്കളെ, മനുവും സാമും അനയും ഒക്കെ എടുത്തിട്ടുള്ള കാർഡുകളാണ് അവിടെ തന്നിട്ടുള്ളത്. ചില കോളങ്ങളിൽ പോയിന്റുകൾ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള പോയിന്റ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം മനുവിൻ്റെ നോക്കിക്കേ, അവൻ ആദ്യം കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 200 എന്ന കാർഡാണ്. പിന്നെ കിട്ടിയിട്ടുള്ളത് 110, 165 അല്ലേ? ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കുക മക്കളെ, എത്രയാണ്? 465 അവന് കിട്ടിയിട്ടുള്ള പോയിന്റ്. 465 കറക്റ്റ് ആണോ എന്നുള്ളത് മക്കൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ആഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അടുത്ത് നോക്കിക്കുക മക്കളെ, സാമാണ്. സാമിൻ്റെ ടോട്ടൽ പോയിന്റ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അതുപോലെ 2 കാർഡിൽ സംഖ്യകളും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി അവിടെ നമുക്ക് തരാത്ത കാർഡിൽ സംഖ്യയാണ് കണ്ടെത്തേണ്ടത് അല്ലേ? കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി മക്കളെ? ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, അവന് കിട്ടിയിട്ടുള്ള കാർഡുകളിൽ സംഖ്യ നോക്കാം അല്ലേ? 100ഉം 150ഓട് ചേർന്നാൽ എത്രയാണ് മക്കളെ? 100 + 150 എന്ന് പറയുന്നത് 250 അല്ലേ? എന്നിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യണം? അവന് ടോട്ടൽ കിട്ടിയിട്ടുള്ള പോയിന്റിൽ നിന്ന് മൈനസ് ചെയ്യാം. ടോട്ടൽ കിട്ടിയിട്ടുള്ള പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 110 കിട്ടും. അതായത് ഇവിടെ എത്രേൻ്റെ കാർഡാണ് അവൻ എടുത്തിട്ടുള്ളത്? 110 എന്ന കാർഡാണ് എടുത്തിട്ടുള്ളത്. അടുത്ത് നോക്കിക്കുക മക്കളെ, അനയാണ്. അനയ്ക്ക് ഒരു കാർഡിലുള്ള സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട്, 100 തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ 440 എന്തെന്ന് പറയുന്നത് ടോട്ടൽ പോയിന്റ്. അപ്പോൾ എത്രയാണ് മക്കളെ? 340 ഈ 2 കോളങ്ങളിലായിട്ട് എത്ര പോയിന്റ്സ് വേണം? 340 വേണ്ടത് കേട്ടോ. 340 വേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോക്കിക്കേ, 340 അല്ലേ നമുക്ക് വേണ്ടത്? നമുക്ക് ഒരു 140ൻ്റെ കാർഡുണ്ട് അല്ലേ? ഇവിടെ ഒരു 140ൻ്റെ കാർഡുണ്ട്, ഇവിടെ ഒരു 200ൻ്റെ കാർഡുണ്ട്. രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ, നമുക്ക് എത്ര കിട്ടും? 340 കിട്ടും അല്ലേ? അതായത് 200ൻ്റെയും 140ൻ്റെയും കാർഡുകൾ എടുത്താൽ നമുക്ക് എത്ര കിട്ടും? 340 കിട്ടും അല്ലേ? അപ്പം നമുക്ക് ഇവിടെ അവൻ എടുത്തത് ഒന്ന് 140ൻ്റെ കാർഡും ഒന്ന് 200ൻ്റെ കാർഡും എല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കിക്കേ. 200ഉം 100ഉം എത്രയാണ്? 300 300ഉം 400 440 ആയിട്ടില്ലേ? ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത് നോക്കിക്കേ, കൂട്ടുമ്പോൾ 1000 കിട്ടുന്ന 4 സംഖ്യാ കാർഡുകൾ തന്നിട്ടുള്ളവയിൽ നിന്ന് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. കൂട്ടുമ്പോൾ 1000 കിട്ടുന്ന 4 സംഖ്യാ കാർഡുകൾ തന്നിട്ടുള്ളവയിൽ നിന്ന് കണ്ടെത്തുക. അപ്പം 4 കാർഡുകൾ വേണം, കൂട്ടിയാൽ എത്രയും കിട്ടണം? നമുക്ക് 1000 കിട്ടുകയും വേണം. അപ്പം നമുക്ക് നോക്കാം അല്ലേ, ഏതൊക്കെ നമുക്ക് എടുക്കാം? കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ 1000 ആക്കാം കേട്ടോ. നിങ്ങൾ ഏത് രീതിയിലാണോ ആക്കുന്നത് അതെന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുക കേട്ടോ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഒരു 350 എടുത്തു, പിന്നെ ഒരു 250 എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. എത്രയാണ് വരുന്നത്? 600 വരുന്നത് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി എത്ര കൂടി നമുക്ക് വേണം? 400 കൂടി വേണം. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു 200ൻ്റെ കാർഡുണ്ട്, ഇവിടെ ഒരു 200ൻ്റെ കാർഡുണ്ട് അല്ലേ? 200 കൂടി ചേർന്നാൽ എത്രയും മക്കളെ? ടോട്ടൽ 1000 അല്ലേ? അപ്പോൾ അതേ രീതിയിൽ ചെയ്യാം. പിന്നെ ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം മക്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യുക? ഏതൊക്കെ 4 സംഖ്യാ കാർഡുകൾ ചേർത്താലാണ് നമ്മുടെ 1000 എന്ന തുക കിട്ടുക എന്നുള്ളത് കണ്ടെത്താം കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത പ്രവർത്തനം നോക്കിക്കേ. വിനോദയാത്രയ്ക്ക് ഓരോ കുട്ടിയും 625 രൂപയാണ് നൽകേണ്ടത്. മനുവും കൂട്ടുകാരും 625 രൂപ കൊടുത്തത് വ്യത്യസ്ത രീതികളിലാണ്. മനുവിൻ്റെ കൂട്ടുകാർ കൊടുത്ത നോട്ടുകൾ ഏതൊക്കെയെന്ന് എഴുതുമെന്നാണ് പറഞ്ഞത്. അതായത് 625നെ വ്യത്യസ്ത രീതിയിൽ എഴുതണം. നോക്കിക്കേ മക്കളെ, 625നെ വ്യത്യസ്ത രീതിയിൽ എഴുതണം അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒന്ന് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? 600, അതുപോലെ 600 രൂപ, 2 10 രൂപ, 5 1 രൂപ എന്ന് നമുക്കവിടെ തന്നിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് ബാക്കിയുള്ള ഓരോന്നും എന്ത് ചെയ്യണം? കണ്ടെത്തണം. അപ്പം നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 600 രൂപ. 600 രൂപയാണെങ്കിൽ എത്രയും മക്കളെ?
600 അല്ലേ. നമുക്ക് എത്ര 625 കിട്ടേണ്ടത്. അപ്പം നമ്മൾ എത്ര 1 രൂപ കൂടി വേണം? 25 1 രൂപ കൂടി വേണം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? 62 തന്നിട്ടുള്ളത്, 5 തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് 62 10 എടുത്താൽ 62 10 ആണെങ്കിൽ നമുക്ക് എത്രയാവും? 620 ആവും അല്ലേ. പിന്നെ എന്ത് ചെയ്യണം? 5 ഒന്നുകളും എടുത്താൽ 625 കിട്ടും അല്ലേ. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത നോക്കിക്കേ, എത്ര 1 രൂപയാണ്? 625 1 രൂപ എടുത്താൽ നമുക്ക് 625 രൂപയാവില്ലേ. അടുത്ത നോക്കിക്കേ മക്കളെ, നമുക്ക് തന്നിട്ടുള്ളത് 500 അല്ലേ. 500 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 500 ആയിട്ടുള്ളത്. നമുക്ക് എത്ര വേണം? 625 അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 10 രൂപയാണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഈ 500നെ റൗണ്ടാക്കി നമുക്ക് എന്ത് ചെയ്യാം? 600ലേക്ക് എത്തിക്കുകയല്ലേ നല്ലത്. അപ്പോൾ ഒരു 100 കൂടിയാണ് അതിലേക്ക് വേണ്ടത്. 100 ആവണമെങ്കിൽ എത്ര 10 രൂപ നോട്ട് വേണം? 10 രൂപ നോട്ട് വേണം അല്ലേ. അപ്പോൾ 10 രൂപ നോട്ടായാൽ എത്രയായി മക്കളെ? 10 രൂപ നോട്ടാണെങ്കിൽ എത്രയായി? 100 ആയി. ഇനി നമുക്ക് എന്ത് വേണം? 1 രൂപയാണ് വേണ്ടിയിട്ടുള്ളത് അല്ലേ. അപ്പം 600ലേക്ക് 625 ആവാൻ 25 1 രൂപ കൂടി ആവശ്യമാണ് അല്ലേ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഒരു രീതിയിലും കൂടി കണ്ടെത്തണം അല്ലേ. നോക്കിക്കേ, 100 10 രൂപയും വേണം, 1 രൂപ നോട്ടുകൾ വേണം അല്ലേ. അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 4 100 രൂപയെന്ന് എടുത്ത് നോക്കാം അല്ലേ. 4 100 രൂപ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 400 അല്ലേ. 4 100 രൂപ എന്ന് പറഞ്ഞാൽ 400. ഓക്കെ, 400 നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 20 10 രൂപ എടുക്കാം കേട്ടോ. അപ്പോൾ 20 10 രൂപ എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 200 ആണല്ലോ. ഓക്കെ, അപ്പോൾ 20 10 രൂപയായി. ഇനി നമുക്ക് 1 രൂപയല്ലേ വേണ്ടത്. അപ്പം 600 ആയാൽ പിന്നെ നമുക്ക് 625 അല്ലേ വേണ്ടത്. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്താൽ മതി? 25 1 രൂപയും കൊടുത്താൽ മതി അല്ലേ. അപ്പം 4 രൂപയും 4 100 രൂപയും 20 10 രൂപയും 25 1 രൂപയും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതേ രീതിയിലൊക്കെ മക്കൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം നോക്കിക്കേ. എണ്ണം കണ്ടെത്താം. ഒരു പഞ്ചായത്തിലെ 2 സ്കൂളിലെ കുട്ടികളുടെ എണ്ണമാണ് പട്ടികയിൽ. ഓരോ സ്കൂളുകളിലെയും കുട്ടികളുടെ എണ്ണം കണ്ടെത്തൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം നോക്കിക്കേ, സ്കൂൾ 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ കോളം ഉണ്ട്. അതിൽ 1 to 4 വരെ സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അല്ലേ. അടുത്ത നോക്കിക്കേ, സ്കൂൾ 2 എന്ന് പറഞ്ഞിട്ടും ഉണ്ട്. അപ്പം എന്ത് ചെയ്യണം? നിങ്ങൾ ആദ്യം ഓരോ സ്കൂളിലെയും കുട്ടികളുടെ എണ്ണമാണ് ആദ്യം കണ്ടെത്തേണ്ടത് കേട്ടോ. അപ്പോൾ ആകെയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ നോക്കിക്കേ, നമുക്ക് ആദ്യം ഒന്ന് ആഡ് ചെയ്ത് നോക്കാം അല്ലേ. 1 + 3 എത്രയാണ്? 4 ആണ് വരിക അല്ലേ. അടുത്തത് 1ലേക്ക് 2 കൂട്ടിയാൽ എത്രയാണ് മക്കളെ? 3 ആണ്. 3ലേക്ക് 2 ചേർത്താൽ 5 ആണ് അല്ലേ. അപ്പോൾ 5. ഇനി അടുത്തതാണ് 1 2 3 4 അല്ലേ. 454 ആണ്. അടുത്ത നോക്കിക്കുക മക്കളെ, 9 9 1 10ന് നമ്മൾ എന്ത് ചെയ്തു? 0 ചേർത്ത് കൊടുത്തു. അടുത്തത് 3 1 4 4 1 3 1 4 4 1 5 5 നമ്മൾ ഇവിടെ ഒരു 10ൻ്റെ ഇത് ഒന്നും കൂടി ഇല്ലായിരുന്നു. അപ്പോൾ എത്ര കിട്ടി? 6 കിട്ടിയില്ലേ. അടുത്ത് നോക്കിക്കുക, 1 2 3 4 460 കിട്ടി. ആദ്യത്തെ സ്കൂളിൽ എത്രയാണ്? 454. രണ്ടാമത്തെ സ്കൂളിൽ 460 ആണ്. ഇനി എന്താണ് പറഞ്ഞത്? രണ്ടാമത്തെ സ്കൂളിൽ നിന്ന് കുറേ കുട്ടികൾ ഒന്നാമത്തെ സ്കൂളിൽ ചേർന്നപ്പോൾ 2 സ്കൂളിലെയും കുട്ടികളുടെ എണ്ണം തുല്യമാണ്. എത്ര കുട്ടികളാണ് സ്കൂളിൽ നിന്ന് മാറിയത് എന്നാണ്. ശരിയുത്തരത്തിന് ടിക്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നോക്കിക്കേ, ആദ്യത്തെ സ്കൂളിൽ എത്രയുണ്ടായിരുന്നു മക്കളെ? 454 ആണ്. രണ്ടാമത്തെ സ്കൂളിൽ എത്രയാണുള്ളത്? 460 ആണുള്ളത് അല്ലേ. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം? നമുക്കൊന്ന് ആദ്യം ടോട്ടൽ കണ്ടെത്തി നോക്കാം അല്ലേ. ചിലർക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് ആൻസർ കണ്ടെത്താനായിട്ട് പറ്റും. അങ്ങനെയുള്ള കൂട്ടുകാർ എന്ത് ചെയ്യുക? നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ കാണാം. 914 നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കിട്ടും അല്ലേ. ടോട്ടൽ ഇത്രയും കുട്ടികളാണുള്ളത്. ഇത്രയും കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യണം? 2 ക്ലാസ്സിൽ തുല്യ എണ്ണം വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടെത്തണം അല്ലേ. അപ്പം ഇങ്ങനെ കണ്ടെത്തിയിട്ട് ഈ ഒരു സംഖ്യയുടെ പകുതി കണ്ട് ചെയ്യുന്ന കൂട്ടുകാരുണ്ടായിരിക്കും. അതിൻ്റെ പകുതി കണ്ടാൽ മതിയില്ലേ. കറക്റ്റ് പകുതി കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ഓരോ ക്ലാസ്സിലും എത്ര കുട്ടികളുണ്ട് എന്നുള്ളത് കണ്ടെത്താനായിട്ട് പറ്റൂലേ. ഓക്കെ, ഇനി അതല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ ഒരു ഫസ്റ്റ് സ്കൂളിലുള്ളതിനേക്കാൾ എത്ര കുട്ടികളാണ് ഈ രണ്ടാമത്തെ സ്കൂളിൽ അധികം ഉള്ളത്? ഇവിടെ 454 ആണ്, ഇവിടെ 460 ആണുള്ളത് അല്ലേ. അതായത് 6 കുട്ടികളാണ് കൂടുതലുള്ളത് അല്ലേ. ഈ ഫസ്റ്റ് സ്കൂളിനേക്കാൾ 6 കുട്ടികളാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഈ 6 കുട്ടികളെ നമ്മൾക്ക് എന്ത് ചെയ്തു? ഇവിടേക്ക് മാറ്റി വെച്ചു കേട്ടോ. 6നെ നമ്മൾ എന്ത് ചെയ്തു? 6 കുട്ടികളെ നമ്മൾ മാറ്റി വെക്കുകയാണ്. അപ്പം എന്ത് ചെയ്യും? 2 സ്കൂളിലും
കുട്ടികളുടെ എണ്ണം ഈക്വലായിട്ട് വരില്ലേ? ഇവിടെ 484 ആവും, ഇവിടെ 454 ആവില്ലേ? 6 കുട്ടികളെ മാറ്റിയാലുള്ള കാര്യമാണ് പറഞ്ഞത്. 6 കുട്ടികൾ ഇവിടെ നിന്ന് മാറ്റിയാൽ എത്രയായി? ഇവിടെയും 454 എന്ന് കിട്ടും. ഇനി നമുക്ക് 6 കുട്ടികളാണുള്ളത്. 6 കുട്ടികളെ പകുതിയാക്കിയിട്ട് 2 ക്ലാസ്സിലേക്ക് മാറ്റുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ 3ഉം ഇവിടെ 3ഉം 454ലേക്ക് 3 ആഡ് ചെയ്യുമ്പോൾ 457, ഇവിടെ എത്രയാവും? 457. അതായത് 3 കുട്ടികളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശരി ഉത്തരത്തിൽ 3 കുട്ടികളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്കൂള് മാറ്റിയിട്ടുള്ളത് അല്ലേ? ഓക്കെ, അപ്പോൾ ശരി ഉത്തരം ഏതാണ്? 3 കിട്ടുക കേട്ടോ. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്രവർത്തനം 5 പഴക്കട. മനുവിൻ്റെ അച്ഛന് ടൗണിൽ 2 പഴക്കടകളുണ്ട്. ഓണക്കച്ചവടത്തിന് ഈ കടയിൽ നടന്ന നേന്ത്രപ്പഴ വിൽപ്പനയുടെ വിവരം നൽകിയിരിക്കുന്നു. അപ്പോൾ 1-ാം ദിവസം എന്ന് പറഞ്ഞിട്ട് 2-ാം ദിവസം അതുപോലെ തന്നെ 3-ാം ദിവസം എന്ന് പറഞ്ഞിട്ട് നമുക്ക് 1-ാമത്തെ കടയിലും 2-ാമത്തെ കടയിലൊക്കെ നടന്നിട്ടുള്ള വിൽപ്പന അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? എത്ര കിലോ വീതമാണ് എന്നുള്ളത്. നമ്മൾ ചോദിച്ചത് ഇതാണ്, 2 കടകളിലെയും വിൽപ്പന ചേർത്ത് ഓരോ ദിവസത്തെയും മൊത്തം വിൽപ്പന കണ്ടെത്തൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. മൊത്ത വിൽപ്പനയാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്, 2 കടയിലൂടെയും ചേർത്തിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ, നമുക്ക് 1-ാം ദിവസം 2-ാം ദിവസം 3-ാം ദിവസം എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ? ജസ്റ്റ് ആഡ് ചെയ്യാനുള്ളൂ അല്ലേ? 1-ാം ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 കടയിലൂടെയും ചേർത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1-ാമത്തെ കടയിൽ 212 കിലോയും 2-ാമത്തെ കടയിൽ എത്രയാണ്? 175 കിലോയാണ് അല്ലേ? 175 കിലോയാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 387 എന്ന് കിട്ടും അല്ലേ? ഇത് മക്കൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നുള്ളത് ടീച്ചർ പറയാം കേട്ടോ. അടുത്തത് 2-ാം ദിവസം. 2-ാം ദിവസം എത്രയാണ്? 170. 1-ാമത്തെ കടയിൽ 177 കിലോയും 2-ാമത്തെ കടയിൽ 215 കിലോയും അല്ലേ? അപ്പോൾ അത് ടോട്ടൽ കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്തത്? 2 കൂടി ആഡ് ചെയ്താൽ മതി അല്ലേ? 7ഉം 5ഉം കൂടിയും ചേർന്നാൽ എത്രയാണ് മക്കളെ? 12 7 1 8 8 1 9 അല്ലേ? 392 എന്ന് കിട്ടും. അടുത്തത് ഏതാണ്? 3-ാം ദിവസം. 3-ാം ദിവസം കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 208 കിലോ അല്ലേ? 1-ാമത്തെ കടയിൽ 208 കിലോ, 2-ാമത്തെ കടയിൽ 217 കിലോ ആണ് അല്ലേ? അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക? 425 എന്ന് കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ കടയിലേതും നമുക്ക് സെപ്പറേറ്റ് കണ്ടെത്താം. ഓരോ ദിവസത്തെയും നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് കണ്ടെത്താം. അതിനുശേഷം എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് ഏത് ദിവസമാണ്? അത് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? എന്ത് കണ്ടത്? 1-ാമത്തത് നമ്മൾ കണ്ടെത്തി, 2-ാം ദിവസത്തും കണ്ടെത്തി, 3-ാം ദിവസത്തും കണ്ടെത്തി അല്ലേ? അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് കണ്ടെത്തിയാൽ പോരെ? മക്കൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളത് ചോദിച്ചിട്ടത് 3 ദിവസങ്ങളിലായി 1-ാമത്തെ കടയിൽ എത്ര കിലോ നേന്ത്രപ്പഴം വിറ്റു? ശരി ഉത്തരത്തിന് അടയാളം ഇടുക. 3 ദിവസങ്ങളിലായിട്ട് 1-ാമത്തെ കടയിലാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യരുത്? ഈ 1-ാം ദിവസത്തെ ഇത്ര കിലോനാന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, അത് ആൻസർ എടുത്ത് എഴുതരുത്. അത് നമ്മൾ എന്താണ് കണ്ടെത്തിയിട്ടുള്ളത്? 1-ാമത്തെ കടയിലെയും 2-ാമത്തെ കടയിലെയും ഫസ്റ്റ് ഡേയിലുള്ളത് മൊത്തം വിൽപ്പനയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് ചോദിച്ചത് എന്താണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്? 3 ദിവസങ്ങളിലായിട്ട് 1-ാമത്തെ കടയിൽ എത്ര കിലോഗ്രാം നേന്ത്രപ്പഴം വിറ്റു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 3 ദിവസങ്ങളിലായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അത് കണ്ടെത്താനായിട്ട് എന്ത് ചെയ്യണം? 1-ാമത്തെ കടയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ കാണുന്ന 3 എണ്ണം കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്യേണ്ടത് അല്ലേ? 212ഉം 177ഉം 208ഉം ഈ 3 കിലോനും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം കേട്ടോ. ആഡ് ചെയ്ത് നോക്കുക കേട്ടോ മക്കളെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യുന്ന സമയത്ത്, സംഖ്യകൾ എഴുതുന്ന സമയത്ത് 100ൻ്റെയും 10ൻ്റെയും സ്ഥാനങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് എഴുതുക കേട്ടോ. സ്ഥാനം തെറ്റി എഴുതിയാൽ നമുക്ക് എന്ത് തെറ്റും? നമ്മുടെ കാൽക്കുലേഷൻ തെറ്റും കേട്ടോ. അപ്പം 10ൻ്റെ സ്ഥാനത്തെ സംഖ്യകൾ, 1ൻ്റെ സ്ഥാനത്തെ സംഖ്യകൾ, 100ൻ്റെ സ്ഥാനത്തെ സംഖ്യകൾ കൃത്യമായിട്ട് നേരെ തന്നെ ചെയ്ത് ആഡ് ചെയ്താലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം അല്ലേ? 8ഉം 2 10, 10ലേക്ക് 7 ചേർന്നാൽ എത്രയാണ് മക്കളെ? 17 കിട്ടി. പിന്നെ 7ഉം 1 8, 8 1 9, 2ഉം 1 3, 3ഉം 2ഉം 5 അല്ലേ? അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 597 കിട്ടി. നമ്മുടെ ഓപ്ഷനിൽ ആൻസർ ഉണ്ടല്ലോ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് എന്താണ് ചോദിച്ചിട്ടുള്ളത്? 3 ദിവസങ്ങളിലെ വിൽപ്പന കണക്കാക്കുമ്പോൾ ഏതു കടയിലാണ് കൂടുതൽ നേന്ത്രപ്പഴം വിറ്റത്? അപ്പോൾ നമ്മൾ 1-ാമത്തെ കടയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 3 ദിവസങ്ങളിലായിട്ട് വിറ്റിട്ടുള്ള നേന്ത്രപ്പഴത്തിൻ്റെ കണക്ക് നമ്മൾ കണ്ടെത്തിയില്ലേ? 597 ഇതുപോലെ തന്നെ നമ്മൾ എന്തും ചെയ്യണം? 2-ാമത്തെ കടയിലും നമ്മൾ 3 ദിവസങ്ങളിലായിട്ട് വിറ്റിട്ടുള്ള മൊത്തം വിൽപ്പന എത്രയാണെന്നുള്ളത് കണ്ടെത്തണം.
അതിന് ശേഷമാണ് അതിലേത് സംഖ്യയാണോ വലുത് ആ കടയിലായിരിക്കില്ല ഏറ്റവും കൂടുതൽ നേന്ത്രപ്പഴം വിറ്റിട്ടുണ്ടാവുക. അത് മക്കൾ കണ്ടെത്താം കേട്ടോ. നമ്മുടെ കമൻറ്റ് ബോക്സ് പറയാം. ഒന്നുമില്ല, ജസ്റ്റ് ആഡ് ചെയ്യാനേ ഉള്ളൂ. ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുക, 1ൻ്റെ സ്ഥാനത്ത് സംഖ്യകൾ ഇതുപോലെ നേരെ എഴുതണം, 10ൻ്റെ സ്ഥാനത്ത് ഇത് നേരെ എഴുതാം, 100ൻ്റെ സ്ഥാനത്തും നേരെ എഴുതാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ കാൽക്കുലേഷൻ തെറ്റും. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ പരീക്ഷയിലെ ചോദ്യങ്ങൾ. എല്ലാവരും നിങ്ങളുടെ നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തയ്യാറാവുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നമ്മുടെ മെമ്പർഷിപ്പിൻ്റെ കാര്യം മറക്കണ്ട. നമ്മുടെ ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് നിങ്ങൾക്ക് സിലബസ് ബേസ്ഡ് ആയിട്ട് ട്യൂഷൻ ക്ലാസ്സുകൾ വീക്കിലി 3 days അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.